പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. എല്ലാവർക്കും സ്വാഗതം. കത്തോലിക്ക സഭയിൽ ഞാൻ വിശ്വസിക്കുന്നു എങ്കിൽ കത്തോലിക്ക സഭയുടെ ഈ വിശ്വാസ പ്രബോധനം നമ്മളെല്ലാവരും ഓരോ വിശ്വാസിയും പഠിച്ചാലല്ലേ ഈ വിശ്വാസത്തിൻ്റെ ആഴവും വ്യാപ്തിയും നമുക്ക് മനസ്സിലാവുകയുള്ളൂ. നിങ്ങളെല്ലാവരെയും അഭിമാനത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ അത് മനസ്സിലാക്കുന്നു. അതുകൊണ്ട് നിങ്ങളിൽ ഈ വിശ്വാസത്തിൻ്റെ കഴിഞ്ഞ ദിവസങ്ങളിലെ ഒരു പ്രവചനം ഇതായിരുന്നു, വിശ്വാസത്തിൻ്റെ ശക്തി ദുർഗം. വിശ്വാസത്തിൻ്റെ ഒരു ശക്തി ദുർഗം. എനിക്കറിയില്ല എൻ്റെ അർത്ഥം, പക്ഷെ എന്തോ വലിയ സംഭവമാണ്. ഞാൻ 3 മണിക്ക് എണീറ്റു, പ്രാർത്ഥിച്ചു, 4 മണിക്ക് ക്ലാസ്സിലേക്ക് കയറുന്നു. ഇങ്ങനെ ദൈവം നമുക്ക് തന്ന വലിയ ഒരു ഭാഗ്യത്തെ പ്രതി നന്ദി പറയുന്നു. നിങ്ങളെല്ലാവരെയും പ്രതി നന്ദി പറയുന്നു. നമ്മൾ കുറച്ച് പേരുള്ളൂവെങ്കിലും ഒരു കടുകുമണിയാണ്, ഒരു പുളിപ്പാണ്. ഈ പുളിപ്പ് സഭയിൽ മുഴുവനും ഇൻസുലിൻ എടുക്കുന്ന പോലെ സഭ മുഴുവനും പടരും. നമ്മളിലൂടെ മിശിഹായുടെ സഭ മുഴുവനും പടരും. അതൊക്കെ ഇന്നത്തെ യാമപ്രാർത്ഥനയെ കുറിച്ചുള്ള ക്ലാസ്സിൽ വരുന്നുണ്ട്. ഇന്ന് സെപ്റ്റംബർ 23-ാം തീയതി 2025 കാറ്റക്കിസം പഠന പരമ്പരയിൽ 1054-ാമത്തെ ക്ലാസ്സാണ്, അല്ലെങ്കിൽ എപ്പിസോഡ്. നമ്മുടെ ഇന്നത്തെ ക്ലാസ് ആരംഭിക്കുമ്പോൾ തന്നെ നമ്മൾ സാധാരണ പ്രാർത്ഥിക്കാറുള്ള ആ വാക്കുകൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. 2565 അനന്ത നന്മയായ പിതാവിനോടും അവിടുത്തെ പുത്രനായ യേശുക്രിസ്തുവിനോടും പരിശുദ്ധാത്മാവിനോടും ദൈവമക്കൾക്കുള്ള സജീവ ബന്ധത്തെ പുതിയ ഉടമ്പടിയിൽ പ്രാർത്ഥന പരിശുദ്ധ രാജകീയ തൃത്വത്തിന് മുഴുവനും സമ്പൂർണ്ണ മനുഷ്യ ചേതനയുമായുള്ള ഐക്യമാണ് ദൈവരാജ്യത്തിൻ്റെ കൃപാവരം. ത്രൈശുദ്ധ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലും അവിടത്തോടുള്ള കൂട്ടായ്മയിലും ആയിരിക്കുന്ന ശീലമാണ് പ്രാർത്ഥനാ ജീവിതം. ഈ കൂട്ടായ്മ എപ്പോഴും സാധ്യമാണ്. എന്തെന്നാൽ മാമോദീസ വഴി നാം നേരത്തെ തന്നെ ക്രിസ്തുവുമായി ഐക്യപ്പെട്ട് കഴിഞ്ഞവരാണ്. മാമോദീസയിലൂടെ നാം നേരത്തെ തന്നെ ക്രിസ്തുവുമായിട്ട് ഐക്യപ്പെട്ട് കഴിഞ്ഞവരാണ്. ക്രിസ്തുവുമായുള്ള കൂട്ടായ്മയിലായിരിക്കുകയും അവിടുത്തെ ശരീരമായ സഭയിൽ വ്യാപിക്കുകയും ചെയ്യുന്ന തോതനുസരിച്ചാണ് ഒരു പ്രാർത്ഥന ക്രിസ്തീയമാകുന്നത്. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ മാനങ്ങളാണ് പ്രാർത്ഥനയ്ക്കുള്ളത്. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. തുടർന്ന് പ്രവചനത്തിലേക്ക് പ്രവേശിക്കാം. ജോഷുവയോട് പറഞ്ഞു, എന്നെ പ്രതി നീ അസൂയപ്പെടുന്നുവോ? കർത്താവിൻ്റെ ജനം മുഴുവൻ പ്രവാചകന്മാരാകുകയും അവിടുന്ന് തൻ്റെ ആത്മാവിനെ അവർക്ക് നൽകുകയും ചെയ്യുന്നെങ്കിൽ എന്ന് ഞാൻ ആശിക്കുന്നു. പഴയ നിയമത്തിലെ 3 പ്രവാചകരിലൂടെയാണ് ഇസ്രായേൽ ജനത്തെ മുഴുവനും തിരിച്ചു കൊണ്ടുവന്നത്. യെശയ്യാ, ജെറമ്യാ, എസെക്കിയേൽ. എന്നാൽ അങ്ങനെ ബാബിലോണിയൻ എക്സൈൽ, ബാബിലോണിയൻ അടിമത്തത്തിൽ ആയിരുന്ന ഇസ്രായേലിനെ ഞങ്ങൾ നശിച്ചു, ഞങ്ങൾക്ക് ഇനി രക്ഷയില്ല എന്ന് ദൃഢമായി ചിന്തിച്ചിരിക്കുമ്പോഴാണ് കർത്താവ് ജെറമ്യാ 29:11 പറയുന്നത്, എനിക്ക് നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി നിങ്ങളുടെ നാശത്തിനുള്ള പദ്ധതിയല്ല, ഞാൻ നിങ്ങളെ തിരിച്ചു കൊണ്ടുവരും. ഞാൻ ജെറുസലേം പുനഃസ്ഥാപിക്കും, ഒരു പുതിയ ജെറുസലേം ഞാൻ പണിയും. നിങ്ങൾ എന്നോട് അവിശ്വസ്തരായാലും ഞാൻ വിശ്വസ്തനാണ്. നിങ്ങൾ എൻ്റെ മക്കളാണ്, നിങ്ങൾ എൻ്റെ മണവാട്ടിയാണ്. ഈ 3 പ്രവാചകരിലൂടെ കർത്താവ് ജെറുസലേമിനെ തിരിച്ചു കൊണ്ടുവന്ന് പുതുക്കി പണിതത്
ഇന്ന് പുതിയ നിയമത്തിൽ യേശുക്രിസ്തുവിലൂടെ ജ്ഞാനം സ്വീകരിച്ച നമ്മളെല്ലാവരും പ്രവാചകന്മാരാണ്. നമ്മളെല്ലാവർക്കും ഒരു ദൗത്യമുണ്ട്. ഇന്ന് ലോകം മുഴുവനും അടിമത്തത്തിലാണ്. ലോകം മുഴുവനും ബാബിലോണിയൻ എക്സൈലിനേക്കാൾ വലിയ ഒരു വലിയ എക്സൈലാണ്, ഒരു വലിയ അടിമത്തത്തിലാണ്. ആ അടിമത്തത്തിൽ നിന്ന് ജനത്തെ മുഴുവനും, ലോകത്തെ മുഴുവനും ഞാൻ തിരിച്ചു കൊണ്ടുവരും. അതാണ് നമ്മളെല്ലാവരിലും പ്രവാചകവരം നൽകിയിരിക്കുന്നത്. പുതിയ നിയമത്തിൽ നാം എല്ലാവരും മാമോദീസ സ്വീകരിച്ച നാം എല്ലാവരും പ്രവാചകരാണ്. വാട്ട് ആർ യു വെയിറ്റിംഗ് ഫോർ? നിങ്ങൾ എന്തിനാണ് നോക്കിയിരിക്കുന്നത്? ഇനിയും സമയം പൂർത്തിയായിട്ടില്ലേ? സമയം പൂർത്തിയായിരിക്കുന്നു. സമയം പൂർത്തിയായിരിക്കുന്നു. നിങ്ങൾ ആർക്ക് വേണ്ടിയാണ് ഇനിയും കാത്തിരിക്കുന്നത്? പ്രവചിക്കുവിൻ, എന്റെ ജനത്തെ തിരിച്ചു കൊണ്ടുവരുവിൻ. ലോകം മുഴുവനും ബാബിലോണിയൻ അടിമത്തത്തെക്കാൾ ഭയാനകമായ വലിയ അടിമത്തത്തിലാണെങ്കിലും ഞാൻ സകലരെയും തിരിച്ചു കൊണ്ടുവരും, സകലരെയും ഞാൻ രക്ഷിക്കും. ആടിനെ നഷ്ടപ്പെട്ടതിനെ തേടിപ്പോകുന്ന ഇടയനെ പോലെ ഞാൻ ഓരോരുത്തരെയും, ഓരോ ആത്മാവിനെയും തേടിപ്പോയി ഓരോ ആത്മാവിനെയും ഞാൻ രക്ഷിക്കും. അതാണ് പ്രവാചക ദൗത്യം. ആ പ്രവാചക ദൗത്യത്തിനായി നിങ്ങളെല്ലാവരെയും ഞാൻ വിളിച്ചിരിക്കുന്നു. നിങ്ങൾ കാണുവിൻ, ഒരു പുതിയ ചക്രവാളം കാണുവിൻ, ഒരു പുതിയ ചക്രവാളം കാണുവിൻ. സകല ജനത്തിനും വേണ്ടിയുള്ള രക്ഷ ഇതാ വന്നു കഴിഞ്ഞിരിക്കുന്നു. അത് നിങ്ങൾ വിശ്വസിക്കുവിൻ, അത് നിങ്ങൾ പ്രഘോഷിക്കുവിൻ, അത് നിങ്ങൾ പ്രവചിക്കുവിൻ. അങ്ങനെ ജനം മുഴുവനും തിരിച്ചു വരട്ടെ. എന്റെ അഭിഷേകം, എന്റെ അഭിഷേകത്തിന് ഊന്നൽ കൊടുക്കുവിൻ, എന്റെ അഭിഷേകത്തിന് ഊന്നൽ കൊടുക്കുവിൻ. നിന്റെ പാപം കടുംചുവപ്പാണെങ്കിലും എന്റെ അഭിഷേകത്തിലൂടെ ഞാൻ നിന്റെ പാപത്തെയും അതിന്റെ ബന്ധനങ്ങളെയും അച്ചങ്ങലകളെയും പൊട്ടിച്ച് 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 എന്റെ ജനത്തെ ഞാൻ വീണ്ടെടുക്കും. ഞാൻ അതിനു വേണ്ടി എന്റെ രക്തം കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു. ഞാൻ അതിനു വേണ്ടി ബലിയർപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഞാൻ അതിനു വേണ്ടി ജനിച്ചു വളർന്നു, എല്ലാം പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു. ഞാൻ ഉയർത്തെഴുന്നേറ്റ് എല്ലാ മനുഷ്യരെയും എന്റെ ശരീരത്തിൽ ഉയർപ്പിച്ച് സ്വർഗത്തിലേക്ക് എടുത്തു കഴിഞ്ഞിരിക്കുന്നു. എല്ലാവരും രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഈ രഹസ്യം പ്രഘോഷിക്കുവിൻ, ഈ രഹസ്യം പ്രവചിക്കുവിൻ. എല്ലാവരും അന്ധകാരത്തിൽ നിന്നും പ്രകാശത്തിലേക്ക് ഞാൻ കൊണ്ടുവരും, ഞാൻ കൊണ്ടുവരും. നിങ്ങളിലൂടെ ഞാൻ കൊണ്ടുവരും. നിങ്ങൾ ഓരോരുത്തരും എന്റെ പ്രവാചകരാണ്. എന്റെ ത്രിവിധാഭിഷേകം, എന്റെ മുപ്പരിച്ചരകൾ ഞാനിതാ മുപ്പരിച്ചരനാക്കി നിങ്ങളെ അയക്കുന്നു. നിങ്ങൾ എന്റെ മുപ്പരിച്ചരനാണ്. നിങ്ങൾ ഒരിക്കലും പൊട്ടുകയില്ല, നിങ്ങൾ നിറവുകയില്ല, നിങ്ങളുടെ ശക്തി കെട്ടുപോകയില്ല. നിങ്ങളെപ്പോഴും ശക്തി പ്രാപിച്ചുകൊണ്ടേയിരിക്കും. എന്റെ മുപ്പരിച്ചരൻ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു. വരുവിൻ, നമുക്കൊന്നിച്ചു ചേർന്ന് നമുക്കൊന്നിച്ച് പോകാം, നമുക്കൊന്നിച്ചോടാം. എന്തിനാണ് നിങ്ങൾ ഇനിയും കാത്തിരിക്കുന്നത്? What are you waiting for? Amen, amen, amen. Praise the Lord, praise the Lord. പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ നന്ദി. ഈ പ്രവചനത്തിന്റെ കൺഫർമേഷൻ ആയിട്ടുള്ള സൗഖ്യം ഇതാ കർത്താവ് നൽകുന്നു. നെറ്റിയിൽ നന്നായി ചുവന്നിരിക്കുന്ന ഒരു കുരു കർത്താവ് സൗഖ്യപ്പെടുത്തുന്നു.
ഇത് വലിയൊരു അടയാളമാണ്. ഇത് ഈ പ്രവചനത്തിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ്. ഈ പ്രവചനം പൂർത്തിയാവുന്നത് കർത്താവ് അരുളി ചെയ്തു. അവരെല്ലായിടത്തും പോയി പ്രഘോഷിച്ചു. കർത്താവ് അവരോടൊപ്പം പ്രവർത്തിച്ചു. അടയാളങ്ങളിലൂടെ അവരുടെ പ്രബോധനം സ്ഥിരീകരിച്ചു. വിരലിൻ്റെ അറ്റത്ത് നഖം കുത്തിപ്പഴുക്കുന്നു. നഖം കുത്തിപ്പഴുക്കുന്ന അത് സൗഖ്യപ്പെടുത്തുന്നു. കൈവിരലിൻ്റെ അറ്റത്ത് നഖം കുത്തിപ്പഴുക്കുന്ന ഒരാളെ സൗഖ്യപ്പെടുത്തുന്നു. മൂന്നാമത് മുട്ടുകാലിൻ്റെ ചിരട്ട, മുട്ടുകാലിൻ്റെ വേദന കർത്താവ് സുഖപ്പെടുത്തുന്നു. ഈ 3 സൗഖ്യങ്ങൾ ഈ പ്രവചനത്തെക്കുറിച്ച് നന്ദി പറയാം. എന്തോ ഒരു വലിയ പ്രവചനമാണ്. ദൈവമേ, ഞാനിത് വിശ്വസിക്കുന്നു. നമ്മൾക്കിതങ്ങ് വിശ്വസിക്കാം. പുതിയ നിയമത്തിൽ എല്ലാവരും പ്രവാചകന്മാരാണ്. എല്ലാവരെയും കർത്താവ് അയച്ചിരിക്കുന്നത് സകല ജനത്തെയും തിരിച്ചു കൊണ്ടുവരണം. ബാബിലോണിലെ അടിമത്തത്തെക്കാൾ അതിഭയാനകമായ വലിയ അടിമത്തത്തിലാണ് ലോകം മുഴുവനും. ആ അടിമത്തത്തിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരാൻ, ബാബിലോണിലെ അടിമത്തത്തിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരാൻ 3 പ്രവാചകന്മാരെയാണ് കർത്താവ് ആദ്യം ഉപയോഗിച്ചത്. അതിനുശേഷം പിന്നെ മറ്റു പ്രവാചകന്മാരും. ഈ ഇടയ്ക്കുള്ള വായനയിൽ എസ്രാ പ്രവാചകന്റെ വായനയിൽ പൊട്ടിയുന്നത് ജെറമ്യായെ ഉദ്ധരിച്ചുകൊണ്ടാണ്. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് യാമപ്രാർത്ഥനകളെ കുറിച്ചാണ്. യാമപ്രാർത്ഥന 1175 ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ഇന്നലെ പഠിച്ചതിൻ്റെ ഒരല്പം ഞാനൊന്ന് വായിച്ചോട്ടെ. അതായത് അതല്ലെങ്കിൽ അത് മുഴുവൻ വായിക്കാം. കുർബാനയിൽ ഇന്നലെ പഠിച്ചത് 1174 വളരെ വിശേഷമായ ഒരു പ്രബോധനമാണ്. കുർബാനയിൽ പ്രത്യേകിച്ച് ഞായറാഴ്ച സമ്മേളനത്തിൽ നാം ആഘോഷിക്കുന്ന ക്രിസ്തുവിൻ്റെ രഹസ്യം, അവിടുത്തെ മനുഷ്യാവതാരവും പെസഹായും ദിവ്യകർമ്മം എന്ന യാമപ്രാർത്ഥനയുടെ ആഘോഷത്തിലൂടെ ഓരോ ദിവസത്തിൻ്റെയും സമയത്തിൽ ഉൾച്ചേരുകയും അതിനെ രൂപാന്തരപ്പെടുത്തുകയും ചെയ്യുന്നു. 7 യാമങ്ങളാണ് പ്രാർത്ഥനയ്ക്കുള്ളത്. സങ്കീർത്തനം 119, 164 7 യാമങ്ങളിൽ ഈ ആഘോഷം നിരന്തരം പ്രാർത്ഥിക്കുക എന്ന, അപ്പോൾ സമയത്തെ ഉൾച്ചേർക്കുകയും അതിനെ രൂപാന്തരപ്പെടുത്തുകയും ചെയ്യുന്നു. അതായത് സമയത്തെ രൂപാന്തരപ്പെടുത്തുന്നു. അതുകൊണ്ടാണ് യാമപ്രാർത്ഥനയുടെ ആവശ്യം. നമ്മൾ ഒരാൾക്ക് വേണ്ടിയല്ല, ദൈവം തന്നെ നമുക്ക് തന്ന സമയത്തെ, സകല മനുഷ്യരുടെയും സമയത്തെ, ലോകം മുഴുവൻ്റെയും സമയത്തെ രൂപാന്തരപ്പെടുത്തുന്നു. ഈ ആഘോഷം നിരന്തരം പ്രാർത്ഥിക്കുക എന്ന ശ്ലൈഹിക ആഹ്വാനങ്ങളോട് വിശ്വസ്തത പുലർത്തിക്കൊണ്ട് ദൈവസ്തുതിയിൽ ദിനരാത്രങ്ങളുടെ മുഴുവൻ ഗതിയെയും വിശുദ്ധീകരിക്കത്തക്ക വിധത്തിലാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. സഭയുടെ ഈ പൊതു പ്രാർത്ഥനയിൽ വിശ്വാസികൾ, വൈദികർ, സന്യസ്തന്മാർ, മാമോദീസ സ്വീകരിച്ചവരുടെ രാജകീയ പൗരോഹിത്യം നിർവഹിക്കുന്നു. സഭ അംഗീകരിച്ച രൂപത്തിൽ ആഘോഷിക്കപ്പെടുമ്പോൾ യാമപ്രാർത്ഥന യഥാർത്ഥത്തിൽ തൻ്റെ മണവാളനോട് സംസാരിക്കുന്ന മണവാട്ടിയുടെ തന്നെ സ്വരമാണ്. ക്രിസ്തു തന്നെ തൻ്റെ ശരീരത്തോടൊപ്പം പിതാവിനോട് നടത്തുന്ന പ്രാർത്ഥനയാണ്. ക്രിസ്തു തന്നെ തൻ്റെ ശരീരത്തോടൊപ്പം പിതാവിനോട് നടത്തുന്ന പ്രാർത്ഥനയാണ്. തൻ്റെ മണവാളനോട് സംസാരിക്കുന്ന മണവാട്ടി. ഇനി 1175 യാമപ്രാർത്ഥന ദൈവജനത്തിൻ്റെ മുഴുവനും പ്രാർത്ഥനയായിരിക്കാൻ ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളതാണ്. ദൈവജനത്തിൻ്റെ മുഴുവനും. അതിൽ ക്രിസ്തു തന്നെ തൻ്റെ സഭയിലൂടെ തൻ്റെ പൗരോഹിത്യ ധർമ്മം തുടരുന്നു. യാമപ്രാർത്ഥന ദൈവജനത്തിൻ്റെ മുഴുവനും പ്രാർത്ഥനയായിരിക്കാൻ
ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളതാണ് ദൈവജനത്തിൻ്റെ മുഴുവനും. അതിൽ ക്രിസ്തു തന്നെ തൻ്റെ സഭയിലൂടെ തൻ്റെ പൗരോഹിത്യ ധർമ്മം തുടരുന്നു. അതാണ് നമ്മൾ പ്രവചിക്കുമ്പോഴും ക്രിസ്തു തന്നെ നമ്മളിലൂടെ തൻ്റെ പൗരോഹിത്യ ധർമ്മം തുടരുന്നു. ഓരോരുത്തരും സഭയിലുള്ള തങ്ങളുടെ സ്ഥാനവും ജീവിത സാഹചര്യങ്ങളും അനുസരിച്ച് അതിൽ പങ്കുകൊള്ളുന്നു. ഓരോരുത്തരും അജപാലന ശുശ്രൂഷയ്ക്ക് സമർപ്പിതരായ വൈദികർ അവർ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഉത്സാഹമുള്ളവരായിരിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. സന്യസ്തർ അവരുടെ സമർപ്പിത ജീവിതങ്ങളിലൂടെ സിദ്ധി എന്ന് പറഞ്ഞാൽ ക്യാരിസം, സിദ്ധി വഴി എല്ലാ വിശ്വാസികളും അവർ കാണുന്നത്ര എല്ലാ വിശ്വാസികളും 3 ഗ്രൂപ്പിനെ എടുത്ത് പറഞ്ഞിരിക്കുകയാണ് ഇവിടെ. അജപാലന ശുശ്രൂഷയ്ക്ക് സമർപ്പിതരായ വൈദികർ, സന്യസ്തർ, എല്ലാ വിശ്വാസികളും അവർക്കാവുന്നത്ര ഞായറാഴ്ചകളിലും കൂടുതൽ ആഘോഷപൂർവമായ തിരുനാളുകളിലും പ്രധാന യാമപ്രാർത്ഥനകൾ, പ്രത്യേകിച്ച് സായാഹ്ന പ്രാർത്ഥന ദേവാലയത്തിൽ പൊതുവായി നടത്തുവാൻ ആത്മപാലകർ ശ്രദ്ധിക്കണം. അൽമായരും വൈദികരോടൊത്തോ അവർ തന്നെ സമൂഹമായോ തനിച്ചോ യാമപ്രാർത്ഥന ചെല്ലുന്നത് അഭിലഷണീയമാണ്. അൽമായർ 51 സാക്രസാൻഡം 100. കർത്താവേ നന്ദി, കർത്താവേ സഭയെ ഉണർത്തണമേ. എല്ലാ അൽമായരും സാധിക്കുന്ന രീതിയിൽ യാമപ്രാർത്ഥനകൾ ചൊല്ലിക്കൊണ്ട് മണവാട്ടിയാകുന്ന സഭയെ മണവാളനോടൊപ്പം പൗരോഹിത്യ ധർമ്മം ചെയ്യുന്നതിനെ ഞങ്ങളെ വളർത്തണമേ കർത്താവേ. കർത്താവേ നന്ദി. ഇപ്പോൾ ഇതിൻ്റെ എല്ലാം ആപ്പുണ്ട്. യാമപ്രാർത്ഥനയുടെ ആപ്പ് സീറോ മലബാറിനുണ്ട്, മലങ്കരയ്ക്കുണ്ട്, ലത്തീനിലുണ്ട്, എല്ലാത്തിനും ആപ്പുണ്ട്. അത് നോക്കിയും പ്രാർത്ഥിക്കാം. എങ്കിലും പുസ്തകം എടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ അത് വേറൊരു സുഖമാണ്. ഇനി 1176 പ്രാർത്ഥിക്കുന്ന ഹൃദയത്തോട് പ്രാർത്ഥിക്കുന്ന സ്വരം നന്നായി ചേർന്നിരിക്കണം. പ്രാർത്ഥിക്കുന്ന ഹൃദയത്തോട് പ്രാർത്ഥിക്കുന്ന സ്വരം നന്നായി ചേർന്നിരിക്കണമെന്ന് മാത്രമല്ല, ആരാധനാക്രമത്തിൻ്റെയും ബൈബിളിൻ്റെയും പ്രത്യേകിച്ച് സങ്കീർത്തനങ്ങളുടെയും കൂടുതൽ അഗാധമായ അറിവും യാമപ്രാർത്ഥനയുടെ ആഘോഷം ആവശ്യപ്പെടുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. കണ്ടോ, എന്തോ ഒരു മനോഹരമാണത്. കർത്താവെന്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. 1-ാം സങ്കീർത്തനം തന്നെ എന്താ പറയുന്നത്? രാവും പകലും അവൻ അതിനെ കുറിച്ച് ധ്യാനിക്കുന്നു. നീർച്ചാലിനരികെ നട്ടതും യഥാകാലം ഫലം തരുന്നതും ഇല കൊഴിയാത്തതുമായ വൃക്ഷം പോലെയാണവൻ. അവന്റെ പ്രവൃത്തികൾ സഫലമാകും. അതാണ്. നോക്കി, രാവും പകലും എല്ലാ യാമങ്ങളിലും അവൻ അതിനെക്കുറിച്ച് ധ്യാനിക്കുന്നു. കർത്താവിനെ അനുകരിക്കുന്നവരാണെങ്കിൽ, ഈശോ ആവുന്ന നിത്യപുരോഹിതനും രാജാവും പ്രവാചകനും ആയ ഈശോയുടെ ദിനചര്യയെ നമ്മൾ നോക്കണം. എന്താണ് ഈശോയുടെ ദിനചര്യ? അവൻ അതിരാവിലെ എഴുന്നേറ്റ് ഒരു വിജന സ്ഥലത്ത് പോയി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു.
ഈശോ രാത്രി കിടന്നുറങ്ങുന്നത് നമ്മൾ സുവിശേഷത്തിൽ എവിടെയും കാണുന്നില്ല. ഈശോ രാത്രിയിലെല്ലാം ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ എപ്പോഴാ ഉറങ്ങണേ? അതൊരു ചോദ്യമാണ്. എന്നോട് ചോദിക്കുന്നുണ്ട്, സാർ എപ്പോഴാ ഉറങ്ങണേ? സത്യം പറയാൻ ഒരു 2 മണിക്കൂർ 3 മണിക്കൂറിൽ കൂടുതൽ ഉറക്കമൊന്നുമില്ല. അപ്പോ പ്രാർത്ഥിക്കുന്ന ആൾക്ക് ഉറക്കം അതി ആവശ്യമില്ല. എങ്ങനെ പ്രാർത്ഥിക്കണം? പ്രാർത്ഥിക്കുന്ന ഹൃദയത്തോട് പ്രാർത്ഥിക്കുന്ന സ്വരം നന്നായി ചേർന്നിരിക്കുന്നു എന്ന് മാത്രമല്ല, the celebration of the liturgy of the hours demands not only harmonizing the voice with the praying heart, but also a deeper understanding of the liturgy of the Bible, especially of the Psalms. അതായത് നമ്മൾ ഓരോ ദിവസത്തെയും സുവിശേഷത്തെ നേരത്തെ മനസ്സിലാക്കണം. ഓരോ ദിവസത്തെയും സുവിശേഷവും അന്നത്തെ വചന ശുശ്രൂഷയുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ഈ യാമപ്രാർത്ഥനകളെല്ലാം. സഭ മുഴുവനും, സഭയിൽ 5 ലക്ഷം ബലിവേദിയിൽ വായിക്കുന്ന ഇന്ന് എത്തിയ ആരാധനക്രമത്തിൽ ലൂക്കായുടെ സുവിശേഷം 8-ാം അധ്യായം 19-23 The mother of Jesus and brothers came to him, but were unable to join him because of the crowd. He was told. അപ്പോൾ ഈശോയുടെ അമ്മയും സഹോദരന്മാരും വന്നു. ശിഷ്യന്മാരെ ഈശോയോട് പറഞ്ഞു, your mother and your brothers are standing outside and they wish to see you. അപ്പോൾ ഈശോ പറഞ്ഞു, who is my mother and my brothers? Are those who hear the word of God and act on it. ആരാണ് എൻ്റെ അമ്മ? ആരാണ് എൻ്റെ സഹോദരന്മാർ? കണ്ടോ? എൻ്റെ വചനം ശ്രവിക്കുകയും അതനുസരിക്കുകയും ചെയ്യുന്നവരെല്ലാം എൻ്റെ അമ്മയും എൻ്റെ സഹോദരന്മാരുമാണ്. ഇതിനെക്കുറിച്ച് കഥേനവരേലൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അങ്ങനെ നമ്മളെല്ലാവരും ഈശോയുടെ അമ്മയാണ്. എങ്ങനെയാണെങ്കിൽ മറ്റൊരു ക്രിസ്തുവിന് ജന്മം കൊടുക്കുകയാണെങ്കിൽ, എങ്ങനെയാണ് നമ്മൾ മറ്റൊരു ക്രിസ്തുവിന് ജന്മം കൊടുക്കുന്നത്? ഈശോയുടെ വചനം നമ്മളിൽ വേര് പാകുമ്പോഴും നമ്മൾ പരിശുദ്ധാത്മാവിനാൽ നിറയുമ്പോഴും നമ്മൾ ഓരോരുത്തരും മറ്റൊരു ക്രിസ്തുവാകുന്നു. നമ്മൾ ആ വചനം മറ്റുള്ളവരിൽ പകരുമ്പോഴും മറ്റുള്ളവരിലേക്ക് പരിശുദ്ധാത്മാവിനെ പകരുമ്പോഴും അവരിൽ ഒരു ക്രിസ്തുവിന് ജന്മം കൊടുക്കുന്നു. അവിടെ ഒരു പുതിയ ക്രിസ്ത്യാനി ഉണ്ടാകുമ്പോൾ നമ്മൾ അവൻ്റെ അമ്മയായി. അതാണ് അമ്മ. ആരാണ് എൻ്റെ അമ്മ? നമ്മളെല്ലാം ഈശോയുടെ അമ്മയാണാകുന്നത്. വചന പ്രഘോഷണത്തിലൂടെ മറ്റ് ക്രിസ്ത്യാനികളെ ജനിപ്പിക്കുമ്പോൾ നമ്മൾ അമ്മയായി. ഹല്ലേലൂയ. അപ്പം ഒന്നുകൂടി 1176 വായിക്കാം. പ്രാർത്ഥിക്കുന്ന ഹൃദയത്തോട് പ്രാർത്ഥിക്കുന്ന സ്വരം നന്നായി ചേർന്നിരിക്കണം. അതാണ് നമ്മുടെ അധര വ്യായാമം മാത്രം പോരാ, ഹൃദയവും ഐക്യപ്പെട്ട് വേണം പ്രാർത്ഥിക്കാൻ. ഞാൻ കുറ്റം പറയണമായി തോന്നും, നമ്മുടെ പ്രാർത്ഥനകളെല്ലാം ഒരു അധരം കൊണ്ടുള്ള ഒരു വ്യായാമം മാത്രമാകരുത്. ഹൃദയം ഐക്യപ്പെടണം. മാത്രമല്ല ആ ഹൃദയം ദൈവവചനത്താലും സങ്കീർത്തനങ്ങളാലും തുളുമ്പണം. സങ്കീർത്തനങ്ങളാണ്. അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്ന ദൈവ എല്ലാം എന്നോട് കൃപയുണ്ട്. അപ്പോൾ സങ്കീർത്തനങ്ങളിലാണ് പ്രാർത്ഥനയുടെ ആഴമായ രഹസ്യങ്ങൾ. ഇവിടെ പറയാണ് ആരാധനാക്രമത്തിൻ്റെയും. അപ്പൊ ആരാധനാക്രമം ഓരോ കാലങ്ങളിലുള്ള ആരാധന.
ബൈബിളിൻ്റെയും പ്രത്യേകിച്ച് സങ്കീർത്തനങ്ങളുടെയും കൂടുതൽ അഗാധമായ അറിവും ഉണ്ടോ? അഗാധമായ അറിവ്. ഓ ദൈവമേ, ഞങ്ങളില്ലത് തുറക്കണമേ. അഗാധമായ അറിവ് ഉണ്ടോ? ഈ വാക്കുകളൊക്കെ നമ്മൾ പ്രാവശ്യം പ്രവചനത്തിൽ കേട്ടിട്ടുള്ളതാണ്. അഗാധമായ അറിവ് യാമപ്രാർത്ഥനയുടെ ആഘോഷം ആവശ്യപ്പെടുന്നുണ്ട്. മത്തായി 15:8 ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എന്നാൽ അവരുടെ ഹൃദയം എന്നിൽ നിന്ന് വളരെ അകലെയാണ്. കർത്താവ് അരുളിച്ചെയ്യുന്നു, ഈ ജനം വാക്കുകൊണ്ട് മാത്രം എന്നെ സമീപിക്കുകയും അധരം കൊണ്ട് മാത്രം എന്നെ ആരാധിക്കുകയും ചെയ്യുന്നു. അവരുടെ ഹൃദയം എന്നിൽ നിന്ന് അകന്നിരിക്കുന്നു. എൻ്റെ നേർക്കുള്ള അവരുടെ ഭക്തി മനഃപാഠമാക്കിയ മാനുഷിക നിയമമാണ്. യെശയ്യാ 29:13. കണ്ടോ? ഇതെല്ലാം ഈശോ പറയുന്നത് ഒരു പ്രവചനത്തിന്റെ പൂർത്തീകരണം കൂടിയാണെന്ന് മനസ്സിലായില്ലേ? യെശയ്യാ 29:13 മനഃപാഠമാക്കിയ മാനുഷിക നിയമമാണ്. യെശയ്യാ 29:13. ജെറമ്യാ 29:11 ചേർത്ത് വെച്ചാൽ മതി. അപ്പോ ഈ ഇസ്രായേൽ ജനത്തിന്റെ പ്രശ്നം അതാണ്. അവരും ഇങ്ങനെയൊക്കെ ആയിരുന്നു. നമ്മൾ അവരെ പോലെ ആകരുത്. ഓക്കെ, വരുവിൻ 1177 പ്രവേശിക്കാം. യാമപ്രാർത്ഥനകളിലെ ഗീതങ്ങളും ലുത്തിനികളും സങ്കീർത്തനങ്ങളിലെ പ്രാർത്ഥനയെ സഭയുടെ യുഗത്തോട് ഉൾച്ചേർക്കുന്നു. യാമപ്രാർത്ഥനയിലെ ഗീതങ്ങളും ലുത്തിനികളും സങ്കീർത്തനങ്ങളിലെ പ്രാർത്ഥനയെ സഭയുടെ യുഗത്തോട് ഉൾച്ചേർക്കുന്നു. ആഘോഷിക്കപ്പെടുന്ന ദിവസത്തിലെ സമയത്തിൻ്റെയും ആരാധനാകാലത്തിൻ്റെയും അല്ലെങ്കിൽ തിരുനാളിൻ്റെയും പ്രതീകാത്മകതയെ പ്രകാശിപ്പിച്ചുകൊണ്ട് അപ്രകാരം ചെയ്യുന്നു. കൂടാതെ ഓരോ മണിക്കൂറിലുമുള്ള ദൈവവചന വായന ഉണ്ടോ? ഓരോ മണിക്കൂറിലുമുള്ള ദൈവവചന വായന, തുടർന്നുള്ള പ്രത്യുത്തരങ്ങളുടെ അഥവാ സൂക്തങ്ങളോടെ ചില യാമങ്ങളിൽ സഭാപിതാക്കന്മാരുടെയും ആധ്യാത്മിക ഗുരുക്കന്മാരുടെയും ഗ്രന്ഥങ്ങളിൽ നിന്ന് നടത്തുന്ന വായനകൾ എന്നിവ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന രഹസ്യത്തിൻ്റെ അർത്ഥത്തെ കൂടുതൽ ആഴത്തിൽ വെളിപ്പെടുത്തുകയും സങ്കീർത്തനങ്ങൾ മനസ്സിലാക്കുവാൻ സഹായിക്കുകയും നിശബ്ദ പ്രാർത്ഥനയ്ക്ക് ഒരുക്കുകയും ചെയ്യുന്നു. പ്രാർത്ഥനയായി തീരത്തക്ക വിധം ദൈവവചനം വായിക്കപ്പെടുകയും ധ്യാനിക്കപ്പെടുകയും ചെയ്യുന്ന ദിവ്യ വായന ലെക്സിയോ ഡിവിന അങ്ങനെ ആരാധനാഘോഷത്തിൽ വേരുറച്ചതാണ്. അടുത്തതും കൂടി വായിക്കുമ്പോൾ ഈ ടോപ്പിക്ക് കംപ്ലീറ്റ് ആവും. 1178 കുർബാന ആഘോഷത്തിൻ്റെ തുടർച്ച പോലുള്ള യാമപ്രാർത്ഥനകൾ കണ്ടോ? കുർബാന ആഘോഷത്തിൻ്റെ തുടർച്ച പോലെയുള്ള യാമപ്രാർത്ഥനകൾ, ദൈവജനത്തിൻ്റെ വിവിധ ഭക്ത്യാഭ്യാസങ്ങൾ, പ്രത്യേകിച്ച് ദിവ്യകാരുണ്യ ആരാധനയും വണക്കവും ഒഴിവാക്കുന്നില്ല, പിന്നെയോ പൂരകമായ രീതിയിൽ ആവശ്യപ്പെടുകയാണ്. ഇതാണ് ദിവ്യകാരുണ്യ ആരാധന എന്ന് പറയുന്നത് തന്നെ വിശുദ്ധ കുർബാന ആഘോഷത്തിൻ്റെ തുടർച്ചയാണ്. എന്നപോലെ തന്നെ യാമപ്രാർത്ഥനകൾ. ഇനി 2586 പോകാം. 2586 ജെറുസലേമിൽ വലിയ തിരുനാളുകൾക്കായും സിനഗോഗുകളിൽ സാബത്ത് ആചരണങ്ങൾക്കായും സമ്മേളിച്ചിരുന്ന ദൈവജനത്തിൻ്റെ പ്രാർത്ഥനയെ പരിപോഷിപ്പിച്ചതും പ്രകടമാക്കിയതും സങ്കീർത്തനങ്ങളാണ്. പ്രൈസ് ദ ലോർഡ്. അവരുടെ പ്രാർത്ഥനയാകട്ടെ പരസ്പരം വേർപെടുത്താനാവാത്ത വിധം ജെറുസലേമിൽ വലിയ തിരുനാളുകൾക്കായും സിനഗോഗുകളിൽ
ശാബത്ത് ആചരണങ്ങൾക്കായി സമ്മേളിച്ചിരുന്ന ദൈവജനത്തിന്റെ പ്രാർത്ഥനയെ പരിപോഷിച്ചതും പ്രകടമാക്കിയതും സങ്കീർത്തനങ്ങളാണ്. അവരുടെ പ്രാർത്ഥനയാകട്ടെ പരസ്പരം വേർപെടുത്താനാവാത്ത വിധം വ്യക്തിഗതവും സാമൂഹികവുമാകുന്നു. അത് പ്രാർത്ഥിക്കുന്നവരെയും എല്ലാ മനുഷ്യരെയും ഉൾക്കൊള്ളുന്നു. വിശുദ്ധ നാടിലെയും പ്രവാസ സ്ഥലങ്ങളിലെയും സമൂഹങ്ങളിൽ നിന്നാണ് സങ്കീർത്തനങ്ങൾ ഉത്ഭവിച്ചതെങ്കിലും അവ സൃഷ്ടി മുഴുവനെയും ഉൾക്കൊള്ളുന്നു. കണ്ടോ? സങ്കീർത്തനങ്ങളിലെ പ്രാർത്ഥന ഭൂതകാലത്തെ രക്ഷാകര സംഭവങ്ങളെ അനുസ്മരിക്കുന്നു. അതേസമയം ചരിത്രത്തിന്റെ അന്ത്യം വരെ എത്തുന്ന ഭാവിയിലേക്ക് വ്യാപിക്കുന്നു. ദൈവം നിറവേറ്റിയ വാഗ്ദാനങ്ങളെ പറ്റിയുള്ള ഓർമ്മ പുതുക്കുകയും അതോടൊപ്പം വാഗ്ദാനങ്ങൾ പൂർണ്ണമായും നിറവേറ്റുന്നവനായ മിശിഹായുടെ ആഗമനം കാത്തിരിക്കുകയും ചെയ്യുന്നു. ക്രിസ്തു ആലപിച്ചിട്ടുള്ളവയും അവനിൽ പൂർത്തീകരിച്ചിട്ടുള്ളവയുമായ സങ്കീർത്തനങ്ങൾ സഭയുടെ പ്രാർത്ഥനയിലെ കാതലായ ഘടകമായി നിലനിൽക്കുന്നു. നീ എന്നേക്കും പുരോഹിതനാകുന്നു. കർത്താവിൻ്റെ കർത്താവിനോടരുളി ചെയ്തു. കർത്താവിൻ്റെ കർത്താവിനോടരുളി ചെയ്തു. ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കൂ ഓളം നീ എൻ്റെ വലതുഭാഗത്തിരിക്കുക. നീ എൻ്റെ വലതുഭാഗത്തിരിക്കുക. മെൽക്കിസദേക്കിന്റെ ക്രമമനുസരിച്ചു നീ എന്നേക്കും പുരോഹിതനാകുന്നു. ഇതിനു മാറ്റമുണ്ടാവുകയില്ല. കേട്ടോ, ഇതെല്ലാം ഈശോവിന് 1000 വർഷങ്ങൾക്ക് മുമ്പ് ദാവീദ് രാജാവിലൂടെ എഴുതപ്പെട്ട സങ്കീർത്തനം എന്തൊരു ശക്തമാണ്. അതുപോലെ തന്നെ യുഗാന്ത്യപരമായ സങ്കീർത്തനങ്ങൾ 45-ാം സങ്കീർത്തനത്തിൽ രാജകുമാരി സ്വർണ്ണക്കശം ഉടയാട ചാർത്തി അന്തഃപുരത്തിൽ ഇരിക്കുന്നു. വർണ്ണശബളമായ അങ്കിയണിയിച്ചവളെ രാജസന്നിധിയിലേക്ക് ആനയിക്കുന്നു. കണ്ടോ? കർത്താവിൻ്റെ കർത്താവിനോട് അരുളി ചെയ്തു. ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കൂ ഓളം നീ എൻ്റെ വലതുഭാഗത്തിരിക്കുക. കർത്താവ് ശപഥം ചെയ്തു. മെൽക്കിസദേക്കിന്റെ ക്രമമനുസരിച്ചു നീ എന്നേക്കും പുരോഹിതനാകുന്നു. അതിന് മാറ്റമുണ്ടാവുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മളിപ്പോ നമ്മുടെ ക്ലാസ് അവസാനിച്ചു. എല്ലാവർക്കും സ്തുതിച്ച് പ്രാർത്ഥിക്കാം. സഭ മുഴുവനിലും ജ്ഞാനസ്നാനം സ്വീകരിച്ച എല്ലാവരിലും, എല്ലാ സന്യസ്തരിലും, എല്ലാ വൈദികരിലും, എല്ലാ ബിഷപ്പുമാരിലും, എല്ലാ കർദിനാളന്മാരിലും, എന്നിൽ മാർപ്പാപ്പയിൽ തന്നെ കർത്താവ് നൽകിയിരിക്കുന്ന മുപ്പരിച്ചരട് തുറക്കട്ടെ. ആ മുപ്പരിച്ചരട് രാജകീയ പൗരോഹിത്യ പ്രവാചക ദൗത്യം ഇത് തുറക്കപ്പെടട്ടെ. ഈ അഭിഷേകം തുറക്കപ്പെടട്ടെ. എല്ലാവരും തുറക്കപ്പെടട്ടെ. Let the anointing come down. Let the anointing of our Lord come down. Let the anointing of the Lord come down. Halabala, 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 halabala. Praise the Lord, praise the Lord, praise the Lord. Hallelujah, hallelujah, hallelujah. Amen, amen, amen. Thank you, thank you. God bless you, God bless you. Bye. Praise the Lord, praise the Lord. Hallelujah.